ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഇങ്ങനെ അഴിച്ചിട്ട് അങ്ങനെ വരാറില്ലല്ലേ? ഓക്കെ, എന്നെ കണ്ട് ആരും പേടിക്കേണ്ട. ഇന്ന് നമ്മൾ പണിയാൻ പോകുന്നത് മുടിയിലിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മുടി അഴിച്ചിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡ്രൈ ആണ് കേട്ടോ ഹെയർ. ഷാമ്പു ഇട്ട് നല്ലോണം ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് എൻ്റെ പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് മുടി ഹെയർ ഡ്രയർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. എത്ര സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മുടി സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണിത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എനിക്ക് എൻ്റെ ഈ ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ, ഡ്രയർ പ്ലസ് സ്ട്രെയിറ്റ്നർ ആയിട്ടുള്ളൊരു സംഭവം. അപ്പം ഇതാണ് ആ സാധനം. ഇതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഒരു തവണ എന്ത് യൂസ് ചെയ്തിട്ടുള്ളൂ, അത് അല്ലാണ്ട് യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇത് എനിക്ക് മിന്ത്ര വഴി ഓർഡർ ചെയ്ത് തന്നതാണ്. വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ഇപ്പം തന്നെ ഇവിടെ ലിങ്ക് വരും. കണ്ടിട്ടില്ലാത്ത എത്രയും പെട്ടെന്ന് പോയി വീഡിയോ കാണുക. സോ ഗൈസ്, നമുക്ക് ഇത് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ മുടി സെറ്റ് ചെയ്യാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്താലും പ്രൊട്ടക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതെ, പ്രൊട്ടക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുടിയിൽ ഹീറ്റ്, നല്ല രീതിക്ക് ഹീറ്റാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നമ്മൾ ആദ്യം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ മുടിയിലിട്ട് പണിയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അതൊന്ന് സെറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെയർ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡോക്ടർ റഷൽ ബ്രാൻഡാണ്. മറ്റേത് ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയില്ല. ഇതും എൻ്റെ അനിയത്തി എനിക്ക് ഓർഡർ ചെയ്ത് തന്നതാണ്. ഡ്രയർ മീൻസ് സ്ട്രൈറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് ഇതും ഈ ഇടയ്ക്ക് മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്ത് തന്നതാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചതാണ് സെറ്റിംഗ് സ്പ്രേ എന്നുള്ളത്. സോ ഗൈസ്, നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ ഷേക്ക് ചെയ്യാം. ഹെയർ സെറ്റിംഗ് സ്പ്രേ ഓക്കെ. നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് വരാം. ദിസ് തിങ്, ഇത് ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ സ്വിച്ച്. ഇത് നമുക്ക് 3 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. 1 2 3 3 ഹീറ്റിംഗ് സ്പീഡ് വരുന്നുണ്ട്. ഓക്കെ, ഓണാകുന്നില്ല ഗൈസ്. ഞാൻ ഇതൊന്ന് നോക്കട്ടെ. ഇതിൻ്റെ കേബിൾ ഇവിടം വരെ എത്താത്ത കാരണം ഞാൻ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കണക്ട് ചെയ്തത്. പക്ഷെ അതെന്തോ ലൂസായെന്ന് തോന്നണം. അപ്പോൾ ഇത് ഓണായില്ല. അപ്പോൾ ഞാൻ പേടിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇത് ഒരു ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. ബിഫോർ ദാറ്റ് നമ്മൾ ഹെയർ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഞാൻ ഹെയർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡിലുള്ള മുടിയും രണ്ടായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ബാക്കിൽ ചെയ്യാം കേട്ടോ, എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരാം. നമുക്ക് ഈ ഹെയർ ആദ്യം ചെയ്യാം. ഗൈസ്, ഞാൻ അത്ര പ്രൊഫഷണലൊന്നും അല്ല കേട്ടോ ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നത്. സോ ഇത് കാണുന്നവർക്ക് ഈ കൊച്ചിത് എന്താണ് ഈ കാണിക്കണേന്ന് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചപ്പോൾ എനിക്കിത് അറിയത്തില്ല. ഞാൻ സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യണത്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ മുടി കെട്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു തവണ ഞാൻ ഇങ്ങനെ എവിടെ പോയപ്പോഴേക്കും വെറുതെ ഞാൻ ഇതാക്കിയിട്ട് പോയി. അപ്പം നല്ല രസമായിട്ട് കടന്നു. ഇങ്ങനെ മുടി ഞാൻ പാർട്ടീഷൻ ചെയ്തൊന്നുമില്ല. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ചെയ്താൽ അത്ര നല്ലത്. നമുക്കത്ര
എന്താ പറയുക കംഫർട്ടായി ചെയ്യാൻ പറ്റും. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരിക്കും. അപ്പോൾ ഇത് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈസി വേ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. മുടി അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ചെയ്യാം. ഞാൻ സ്പീഡ് കൂട്ടിയായിരുന്നു, 3rd ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഹെയറും ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ മുടി കിടക്കുന്നത് ഇത് ബാക്കോട്ട് കൊട്ടും. ഇതാണ് ഇപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ. ഇങ്ങനെയാണ് ഇപ്പം മുടി കിടക്കുന്നത്. ഇത് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സ്ട്രെയിറ്റ് തന്നെയാണല്ലോ ഇപ്പം എൻ്റെ മുടി. ഇനി ചെയ്ത് വരുമ്പോഴേക്കും എങ്ങനെ കിടക്കുമെന്ന് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? നമുക്ക് ഈ സൈഡിലൂടെ ചെയ്യാം. ഇത് ഞാൻ 2 പാർട്ടീഷൻ ചെയ്യുന്നില്ല, ഒറ്റയടിക്ക് ചെയ്യാൻ പോവാം. ഇത്രയും ഹെയർ നല്ലപോലെ മുടി പോകുന്നുണ്ട് കേട്ടോ. മുടി പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും എൻ്റെ മുടി കുറേ പോകും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാ ഇങ്ങനെ പിന്നെ മുടി ഇരിക്കുന്നത് സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ സൈഡ് ചെയ്യാം. തേർഡിലിട്ട് ചെയ്തപ്പോൾ കൊടുക്കാത്ത ഹീറ്റ് സ്ട്രെയിറ്റ് ആയിട്ട്. ഈ സൈഡ് ഇത്തിരി കൂടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഈ സൈഡ് അധികം ആയിട്ടില്ല. വൈ? കുറേ ബേബി ഹെയർസ് ഫ്രണ്ടിലുണ്ട്, അതൊക്കെ ഒന്നും സ്ട്രെയിറ്റ് ആയിട്ടാ. ഞാൻ കുറച്ച് പേര് ഇങ്ങനെ ചെയ്യുന്നിട്ടുണ്ട്, ഫ്രണ്ടിൽ കുറച്ച് ഹെയർ എടുത്തിട്ട് ചെയ്യണത്. നമുക്കിപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് നോക്കാം. ഈ ഫ്രണ്ടിലത്തെ കുറച്ച് ഹെയർ ഉണ്ട്. ഗോഡ്, നെറ്റ് കയറിയേക്കണം നോക്ക്. അതുകൂടി നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടുമ്പോഴേക്കും കൊള്ളാം. അത് നല്ല ഇതിലിരിപ്പുണ്ട് കേട്ടാ. ആ ഫ്രണ്ടിലോട്ട് കണ്ടോ? ഐ ലൈക്ക് ദിസ്. ഇറ്റ്സ് വർക്കിംഗ് ഗൈസ്. നമുക്ക്
കൊള്ളാല്ലേ? Yeah, it's really working. I like it. ഗൈസ്, ഞാൻ ഇപ്പോഴേ റിപ്പീറ്റഡ് പറയുകയാണ്, എനിക്കിത് കറക്റ്റ് യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ല. ഐ എം എ ബിഗിനർ, ഐ എം ജസ്റ്റ് എ ബിഗിനർ. ലൈക്ക് ഇറ്റ്. നേരെ ഇട്ട് നോക്കാം, നമുക്ക് നേരെ എടുക്കാം. ഡു യു ലൈക്ക് ദിസ് ഗൈസ്? എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്ക് മുടിയിലെ പരിപാടിക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ നമുക്കിനി അടുത്തത് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമുക്ക് മുടി സെറ്റ് ചെയ്യാം. So guys, I hope you guys like this video. ഇത് സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ് മുടി സ്ട്രെയിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഇതേപോലത്തെ ടൂൾസ് ഡൈസണൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം. നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ മുടി ഇന്നത്തെ കാലം എൻ്റെ മുടി നല്ല ഡ്രൈ ആയിരുന്നു. മുടി കുറച്ച് വെറ്റായിട്ടിരിക്കണം, അപ്പോഴാണ് ഇത്തിരി അടിപൊളിയായിട്ട് വരണേന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് മുന്നേ ഞാൻ ചെയ്തപ്പോഴേക്കും ഇതിനേക്കാൾ നൈസായിരുന്നു. അപ്പോൾ മുടി കുറച്ച് ഞാൻ കുളിച്ച് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെയ്തതാണ്. അപ്പോൾ അന്ന് മുടി അടിപൊളിയായിട്ട് സെറ്റ് ആയി. ആ ഡിഫറൻസ് നല്ല രീതിക്ക് ഫീലായി അന്ന്. സോ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കണം. ഞാൻ മുടി എന്തോരം പോയി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആസ് യു ക്യാൻ സീ, കാണാൻ പറ്റുന്നുണ്ട് മുടി അത്യാവശ്യം പോയിട്ടുണ്ട്. നല്ല രീതിക്ക് മുടി പോയിട്ടുണ്ട്. മുടി പിന്നെ എനിക്കതൊരു എന്താ പറയുക, മുടി പോകുന്നത് എനിക്ക് എത്ര വലിയ പുത്തറിയാനുള്ള. കാരണം അമ്മതൊരു മുടി എൻ്റെ തലേന്ന് അല്ലാണ്ട് പോകുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് പോയതെന്ന് എനിക്കല്ല, വലിയ സങ്കടമൊന്നുമില്ല. ഒരു 2 വർഷം കഴിയുമ്പോൾ എൻ്റെ തലയിൽ മുടി ഉണ്ടാവുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ മുടിയുണ്ട്, അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മുടിയിൽ ചെയ്യാം, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇനി നമുക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ടിൽ ദെൻ ബൈ.